നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് സാധ്യമാകേണ്ടത്, പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന വിഷയങ്ങൾ, ഒന്ന് പഠനത്തിൽ കുട്ടികൾക്ക് മുന്തിയ നിലവാരം പുലർത്താൻ, പഠനത്തോടൊപ്പം പഠനത്തെ നമ്മൾ ഒരു 3 ഭാഗമാക്കുകയാണെങ്കിൽ അവർക്ക് സ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റണം, മലക്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. മലക്കുകളെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്കില്ലുകളെല്ലാം കുട്ടികൾക്ക് കിട്ടണം. അതോടൊപ്പം കുട്ടികൾക്ക് ഇബാദാത്ത്, ആരാധനകൾ, അതിൽ മുന്തിയ നിലവാരം പുലർത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അത് നാട്ടിലായാലും സ്ഥാപനത്തിലായാലും കഴിയണം. അപ്പോഴാണ് നമ്മുടെ പഠനം വിജയകരമാകുന്നത്. ഇവിടെ ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങളിൽ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഇവിടെ ഉഷാറാണ്, വീട്ടിലെത്തിയാൽ നിങ്ങൾ നോക്കണം എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഞാനതിനെ വിമർശിക്കുകയല്ല, അതേസമയം അതിന് മറുവശമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പഠനം, നമ്മുടെ അധ്യാപനം കൃത്യമാണെങ്കിൽ ഒരു രക്ഷിതാവ് പറയുന്നു ഇവൻ വീട്ടിലെത്തിയിട്ട് നിസ്കാരത്തിൽ പോരാ, ഖുർആനോത്തിൽ പോരാ എന്ന് പറയുമ്പോൾ ആ രക്ഷിതാവിനോട് അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വാളുണ്ട്, ചൂരലുണ്ട് എന്ന അർത്ഥത്തിലല്ലാതെ തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ ഈ അധ്യാപകന് കഴിയും എന്നാണ് എൻ്റെ അവകാശവാദം. പരിശീലനം കൃത്യമാണെങ്കിൽ, അതിൻ്റെ അധ്യാപനം കൃത്യമാണെങ്കിൽ, ഒരു മദ്രസയിലാണെങ്കിലും നമ്മുടെ റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നമുക്ക് ധൈര്യസമേതം പറയാൻ കഴിയും ആ വിഷയത്തിൽ ഞാൻ റെസ്പോൺസിബിളാണ്, ഞാൻ മസ്ഊലാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ ആരാധനയിൽ ചില സ്ഥാപനത്തിലൊക്കെ പാരൻസ് മീറ്റ് നടക്കും. പാരൻസ് മീറ്റിൽ കാര്യമായിട്ട് പറയാൻ എന്താ, ഇവന് പഠനത്തിൽ ഇന്ന് പോരായ്മയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്, തിരുത്തപ്പെടേണ്ടതാണ്. കാരണം പണ്ടന്നെ ഈ വിഷയത്തിനാണ് ഇവിടെ എത്തിക്കുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടി എത്തുന്നത്. അഥവാ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇതിനാണ് എത്തുന്നത്. ഇതിനെത്തിയിട്ട് ഇതിന് പോരായ്മ ഉണ്ട് എന്ന് രക്ഷിതാവിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ശരിക്കുള്ള പാരൻസ് മീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ വിജയങ്ങൾ ആഘോഷിക്കാനായിരിക്കണം. കുട്ടിയിൽ ഉള്ള ന്യൂനതകൾ പരിഹരിച്ച് സന്തോഷം അറിയിക്കാനാണ് പാരൻസ് മീറ്റ് നടക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ കുട്ടികൾക്ക് മൂല്യവൽക്കരണം നടത്തുമ്പോൾ ഈ മൂല്യവൽക്കരണത്തിൻ്റെ കൂടെ രക്ഷിതാവിനും കൂടി ഉയരാൻ സഹായിക്കുന്ന ഒരു സെലിബ്രേഷൻ പ്രോഗ്രാമാണ് പാരൻസ് മീറ്റ് നടക്കേണ്ടത്. പിന്നെ നടക്കേണ്ട മറ്റൊരു വശമുണ്ട് അവിടെ, പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് നടക്കണം. അതാണ് നിലവാരമുള്ള സ്ഥാപന സംസ്കാരം. പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ നമ്മൾ ഒരിക്കലും കുട്ടിയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടിയിൽ ചിത്രം വരയ്ക്കുന്ന സർക്കിളിൻ്റെ ചെറിയ രൂപക്കാരായി മാറരുത്. ആ ചെറിയൊരു സ്മോളസ്റ്റ് സർക്കിളിൽ വർക്ക് ചെയ്യുന്നവരായി മാറരുത്. ഒരു കുട്ടിയിൽ നമ്മൾ കാണേണ്ടത് ഒരു ഫാമിലിയെ ആയിരിക്കണം, അഥവാ ഒരു ബിഗസ്റ്റ് സർക്കിൾ, ഒരു നല്ലൊരു ദൗറും കബീർ, അത് കാണാൻ നമുക്ക് പറ്റണം. അഥവാ ഈ കുട്ടിയെ ഒരു ഉസ്താദ് ചെയ്യേണ്ടത്, ഒരു വിദ്യാർത്ഥിയെ പഠന വിധേയമാക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉയർന്ന നിലവാരമുള്ള ഉയർന്ന കൾച്ചർ പുലർത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് IDR, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട്. ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ എല്ലാ വിവരങ്ങളും ഇതിൽ ശേഖരിക്കാൻ നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതിൽ ആശങ്ക ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. കാരണം ഇത് ഏകപക്ഷീയമായി എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ള പരിപാടിയല്ല. നിങ്ങൾക്കത് എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തൽ ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. IDR എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെപ്പറ്റി ചോദിക്കപ്പെടുകയാണ്. ഈ കുട്ടിയുടെ വീട് എവിടെയാണ്, ഈ കുട്ടിയുടെ പിതാവാരാണ്, ഈ കുട്ടിയുടെ മാതാവാരാണ്, ഈ കുട്ടിയുടെ വീട്ടുപേരെന്താണ്, ഈ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്, ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ആത്മീയത എങ്ങനെയാണ്, ഭൗതിക വിദ്യാഭ്യാസ നിലവാരം എന്താണ്, ജോലി എന്താണ്, സാമ്പത്തിക നിലവാരം എന്താണ്, വീട്ടിൽ അംഗങ്ങൾ എത്രയാണ്, അവരുടെ നിലവാരം എന്താണ്. ഇത്തരം വിഷയങ്ങൾ ചോദിക്കപ്പെട്ടാൽ നമുക്ക് പറയാൻ കഴിയണം. ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് നന്മകളുള്ളത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എന്ത് ചോദിക്കപ്പെട്ടാലും നമുക്ക് മറുപടി പറയാൻ പറ്റും വിധം ഈ കുട്ടിയെ പഠിക്കണം.
എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അതിലും സമയം ഉണ്ടാവുമെന്ന്. ഒരു ദിവസം ഒരു 5 മിനിറ്റ് വെച്ച് ഈ വിഷയത്തിന് ചെലവഴിക്കാൻ പറ്റിയാൽ നമുക്ക് കുറഞ്ഞ കാലാവധി കൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെക്കുറിച്ചും ഇതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റും. ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നതു മുതൽ പോകുന്നത് വരെയുള്ള ഗ്രൗത്ത് ലെവൽ, വളർച്ച കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി അത് സൂക്ഷിക്കാൻ കഴിയും. സ്ഥാപനത്തിൽ ആരുണ്ടായാലും ഡോക്യുമെൻറ്റ്സ് സംസാരിക്കും. കുട്ടി ഏത് നിലവാരത്തിൽ വന്നു, ഏത് നിലവാരങ്ങളിലൂടെ സഞ്ചരിച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ ലെവലിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് പാരൻസിനെയും കൂടെ നമുക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ദൈവത്തിൻ്റെ വൃത്തത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ പാരൻസിനും അവർക്കാവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഡയറക്ഷനുകൾ സൗഹൃദ ഭാഷയിൽ നമുക്ക് നൽകാൻ പറ്റും. പാരൻസിനോടുള്ള നമ്മുടെ സമീപനത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ അനിവാര്യമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫീസില്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങളിൽ, ഫീസോടുകൂടെ നടക്കുന്ന സ്ഥാപനങ്ങളെക്കാൾ രക്ഷിതാക്കൾക്ക് മാന്യത കൽപ്പിക്കപ്പെടണം, രക്ഷിതാക്കൾക്ക് അന്തസ്സ് കൽപ്പിക്കപ്പെടണം. രക്ഷിതാവിനോട് നമ്മുടെ സമീപനം വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ നാം വളരെ അധപ്പതിച്ചവരായി മനസ്സിലാക്കപ്പെടും. കാരണം സ്വഭാവത്തിൽ ഏറ്റവും മുന്തിയത് പറയുന്ന നമ്മൾ ഈ വിഷയത്തിൽ രക്ഷിതാക്കളോട് വളരെ മോശമായി പെരുമാറുന്നത് വളരെ മോശം സംസ്കാരമാണ്. ഞാനൊരു വിദ്യാലയത്തിൽ വെച്ച് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവായി വർക്ക് ചെയ്യുന്ന പ്രായമുള്ള, നല്ല അറിവുള്ള, നല്ല അനുഭവ പരിചയമുള്ള ഒരാൾ എന്നെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു സന്തോഷം കൊണ്ട്. എന്നോട് പറഞ്ഞു, 3 ദിവസമായി ഞാൻ നീറിക്കഴിയുകയായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? നല്ലൊരു മനുഷ്യൻ, സ്ഥാപനത്തെ അതിരറ്റ് സ്നേഹിക്കുകയും സഹായിക്കുകയും പണ്ഡിതന്മാരെയൊക്കെ അതിരറ്റ് ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ മകൻ മതിയായ കാരണവശാൽ 1 മണിക്കൂർ വൈകിയെത്തി സ്ഥാപനത്തിൽ. 1.5 മണിക്കൂർ വൈകിയെത്തി. ആ വൈകിയെത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പോലും പ്രായമില്ലാത്തൊരു ഉസ്താദ് ഈ പിതാവ് കുട്ടിയും കൊണ്ട് വന്നിരിക്കുകയാണ്. ആ പിതാവിനെ തലങ്ങും വിലങ്ങും നടത്തിച്ചു. അവസാനം കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഞാൻ എൻ്റെ മകനെ ഇവിടെ ചേർത്തി എന്നതല്ലാത്ത വേറെ ഏതെങ്കിലും തെറ്റ് ഞാൻ ഈ സ്ഥാപനത്തോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉടുതുണി ഉരിഞ്ഞതുപോലെ നഗ്നനായിപ്പോയി, ഞാൻ വഷളായിപ്പോയി. ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് നമ്മുടെ പെരുമാറ്റത്തിൽ മാനഹാനി ചെയ്യപ്പെടുന്നവരായി മാറരുത്. ഒരു രക്ഷിതാവ് റെസ്പെക്റ്റ്ഫുൾ അല്ലാതെ ഡീൽ ചെയ്യപ്പെടുന്നത് നമ്മുടെ അന്തസ്സിൻ്റെ കേടാണ്. നമ്മുടെ അന്തസ്സിൻ്റെ ഭാഗമാണ് രക്ഷിതാവിനോട് വളരെ ബഹുമാന്യമായി സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയവിനിമയം നടത്താനും നമുക്ക് പറ്റണം. അത് മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പറ്റണം. അപ്പം അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നടക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതി, ഈ കുട്ടിക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ടൊരു ടൂൾ IDR ആയിരിക്കണം. ഇനി നമ്മുടെ ഇടപാടുകൾ ഫലപ്പെടണമെങ്കിൽ ഒരു അധ്യാപകന് ആത്യന്തികമായി ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്ത് സ്വഭാവമാണ്, ഖുലുഖാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ, അതിനെ നിർവചിച്ചാൽ, സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖാത്തബിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, അവന് സന്തോഷം തോന്നുന്ന രീതിയിൽ നമുക്ക് പെരുമാറാൻ കഴിയുന്ന, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ആ പ്രവർത്തനത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. വിശാലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് സലഫു സ്വാലിഹീങ്ങളെ ഉദ്ധരിച്ച് സംസാരിച്ചതിന് ശേഷം താരീഫ് ഇതൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും താരീഫ് കൊണ്ടുവരുന്നത് കാണാം. സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗസാലി ഇമാം പറഞ്ഞു, അതെന്തായിരിക്കണം? അതൊരു മലക്ക ലെവലായിരിക്കണം. മലക്കയും വാക്കിയത്തും തമ്മിൽ വേർപിരിയും. ഞാൻ ഉദാഹരണം പറയാം. സംഭാവന നൽകൽ ഒരാളുടെ സ്വഭാവമാകുന്നതുകൊണ്ട്, സംഭവം മാത്രമായി മാറുന്നതുണ്ട്. ഒരു ഇൻസിഡൻ്റൽ ലെവൽ മാത്രമാകുന്നതുണ്ട്, അതൊരു സ്കില്ലാകുന്നതുകൊണ്ട്. മസലൻ, ഞാൻ ഇന്നിവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഒരു 500 കിലോമീറ്റർ യാത്ര ചെയ്യണം. യാത്ര ചെയ്യാൻ പോകുമ്പോൾ എനിക്കെപ്പോൾ യാത്ര ചെയ്യുമ്പോഴും വല്ലതും ദാനം ചെയ്യണം. അതെൻ്റെ പതിവാണ്.
അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പോക്കറ്റിൽ ക്യാഷില്ല, ഗൂഗിൾ പേയിലും ക്യാഷില്ല. അപ്പോൾ ഞാനിങ്ങനെ തപ്പുന്നു ഒരു ക്യാഷ് സാധാരണ എന്നുള്ളൊരു സദക്ക ചെയ്യാൻ എന്താ വൈ. ഇതെൻ്റെ ഹുലുക്കാണ്. അതേസമയം ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്നു, 2 വീലറിലാണ് പോകുന്നത്, ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ചെക്കിങ്ങിന് കുടുങ്ങാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 100 രൂപ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 50 രൂപ എടുത്തിട്ട് നമ്മുടെ നേർച്ചപ്പെട്ടിയിലിടുന്നു. അത് വാക്കിയത്താണ്, ഇൻസിഡൻ്റൽ ലെവലാണ്, അത് ഹുലുക്കല്ല, അത് മലക്കയല്ല, സ്കില്ലല്ല. ഗസാലി ഇമാമിൻ്റെ വിശദീകരണത്തിൻ്റെ രീതിയാണത്. അപ്പോൾ ഹുലുക്കായിട്ട് എന്ത് വരണം, ഈ സംഭവം വരണം. ഒരു മിനിമം 5 കാര്യങ്ങളെങ്കിലും ഒരു ഗുരുനാഥനെ, ഒരു ഉസ്താദിനെ മറ്റൊരു ഷഖ്സ് അഥവാ പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു 5 കാര്യങ്ങളെങ്കിലും ഈ ഉസ്താദിൽ നിന്ന് കുട്ടിയെ സന്തോഷിപ്പിക്കുന്നതുണ്ടാകണം. അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. ഇനി ഇത് പറയുമ്പോൾ ഞാൻ തമാശ പറയാറുണ്ട്. ഒരു ദിവസം ഒരു അധ്യാപകരുടെ സദസ്സിൽ വെച്ച് ഞാനിത് അവതരിപ്പിച്ചപ്പോൾ അധ്യാപകൻ എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ തന്നെ സമയം മതിയാകുന്നില്ല, അതോടൊപ്പം ഈ 5 കാര്യങ്ങളൊക്കെ കുട്ടിയെ സന്തോഷിപ്പിക്കണമെന്നും കൂടി പറഞ്ഞാൽ എവിടെ സമയം കിട്ടുന്നത്? സത്യത്തിൽ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി ഞാൻ സംസാരിക്കട്ടെ, ഓക്കെ, 5 കാര്യം ഞാൻ പറയാം, ഓക്കെ. 1, ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് പരിഗണനയോടെ നോക്കുക. ഒരു കുട്ടി വരുമ്പോൾ കുട്ടിയുടെ മുഖത്തേക്ക് പരിഗണനയോടെ നോക്കുക. സമയം വേണോ? നോക്കാൻ സമയം വേണോ? വേണ്ട, വളരെ എളുപ്പം നടക്കും. 2, എക്സ്ട്രാ സമയം വേണ്ട, അതേ സമയം കുട്ടിയോടൊന്ന് പുഞ്ചിരിക്കുക. സമയം വേണോ? എക്സ്ട്രാ വേണ്ട, അതേ സമയം 1, 2, 3, 5 സെക്കൻഡിൻ്റെ താഴെ. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ദൈർഘ്യമുണ്ടാവും. 3, കുട്ടിയോട് സലാം പറയുക, അല്ലെങ്കിൽ കുട്ടി സലാം പറഞ്ഞാൽ സന്തോഷമുള്ള രീതിയിൽ മടക്കുക. കമ്മിറ്റിക്കാരൻ സലാം പറഞ്ഞപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അതിനൊക്കെ കൃത്യം. കുട്ടി സലാം പറഞ്ഞപ്പോൾ ഇസ്ലാം, അങ്ങനെ ആകരുത്. അഥവാ ഒരു കുട്ടിയെ ഒരു വ്യക്തിയായി പരിഗണിക്കുന്ന സ്വഭാവ മൂല്യമുള്ളവനായി ഒരു ഉസ്താദ് മാറണം. ഇതൊക്കെ മത്ലൂബാണല്ലോ, നമ്മളാണല്ലോ അതിൻ്റെ മിസാലാകേണ്ടത്, മാതൃകയാകേണ്ടത്, മോഡലാകേണ്ടത്. 4, ആ കുട്ടിയോട് നല്ല മോൻ എന്നൊരു വാക്ക് സന്തോഷത്തോടെ പറയുന്നു. അതിന് സബബൊന്നും വേണ്ടല്ലോ. വലഖദ് കറംന ബനു ആദം പെട്ടാൽ മതി. മുക്കറമാണ് എന്ന് പറയാൻ അതുപോലെ അത് മതി, നല്ല മോൻ എന്ന് പറയാൻ. 5, ഫിസിക്കൽ ടച്ച് എന്നാണ് സൈക്കോളജി ഭാഷ. അഥവാ മുസാഫഹത്ത് മുവാഫിഖാണെങ്കിൽ അവിടെ മുസാഫഹത്ത്, ഇല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹിക്കുന്നൊരു തട്ടലോ, അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലൊക്കെയാണ് ലൈക്ക് മതി, അല്ലെങ്കിൽ ഒരു ഇഷാറത്ത് മതി. 5 കാര്യങ്ങൾ ചെയ്യാൻ 5 സെക്കൻഡേ ആവശ്യമുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ത്വബായി മാറിയാൽ, നമ്മുടെ ഹുലുക്കായി മാറിയാൽ, ഈ ഗുരുനാഥന് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും പോസിറ്റീവാണ്. ഉദാഹരണത്തിന് ഞാൻ IDR പറഞ്ഞിരുന്നു. IDR ഈ ഹുലുക്കുള്ള ഉസ്താദ് ചെയ്താൽ പോസിറ്റീവാണ്. ഈ ഹുലുക്ക് ഇല്ലാത്ത ഉസ്താദ് ചെയ്താൽ അത് പോലീസ് സ്റ്റേഷനിലെ FIR ആണ്. ഈ ഹുലുക്കുള്ള ഉസ്താദ് ചെയ്യുമ്പോൾ അത് IDR ആണ്. IDR എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ടൂളാണ്. IDRൻ്റെ മീനിങ് ഇവിടെ IDR ഉണ്ട് സൂക്ഷിച്ചോ അല്ല, മോനെ നീ ഭയപ്പെടണ്ട, ഇത് നിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ടൂൾ മാത്രമാണ്. ഇതാണ് IDR. മറ്റത് FIR ആയി മാറും ഈ പറഞ്ഞ ഹുലുക്കില്ലെങ്കിൽ. ഈ ഹുലുക്ക് ഒരു ഗുരുനാഥന് മത്ലൂബാണ്. അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, അങ്ങനെ എല്ലാവർക്കും നടക്കുമെന്ന്. ഗസാലി ഇമാം അത് ചർച്ചക്കിട്ടിട്ട് പറഞ്ഞു, നിങ്ങളെ കൈ നീട്ടണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല, അതുകൊണ്ട് അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. അതേസമയം ഇത് പറഞ്ഞിട്ടുണ്ട്, ത്വലബാണ്, മംദൂഹല്ലേ, ത്വലബാണ്, മത്ലൂബാണ്. അപ്പോൾ മത്ലൂബായതിൻ്റെ അർത്ഥം സാധ്യമാകും എന്നാണ്. പരിശീലിച്ചാൽ അത് നമ്മുടെ ഹുലുക്കാകും, അല്ലെങ്കിൽ ഫെയിലായിട്ട് ചുരുങ്ങും. നമ്മൾ ഫെയിലാകുന്നതിന് പകരം ഹുലുക്കായാൽ ആ ഉസ്താദിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ടൂളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള മുന്തിയ നിലവാരമുള്ള
സമീപന രീതിയായി മാറും. അധ്യാപനം ലോകോത്തര നിലവാരമുള്ളതായിട്ട് മാറും. ഇന്ന് ലോകത്തെ ഏറ്റവും നിലവാരമുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട് ഗ്ലോബലി വിലയിരുത്തപ്പെടുന്നത് ഫിന്നിഷ് എഡ്യൂക്കേഷൻ, ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പേരിലാണ്. അതിൻ്റെ പ്രധാന സവിശേഷതകൾ ഒന്ന് സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് സിസ്റ്റം എന്നാണ്. മറ്റൊന്ന് ട്രസ്റ്റ് ബേസ്ഡ് റിലേഷൻ എന്നാണ്. സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് ശ്രദ്ധാകേന്ദ്രം, കുട്ടിയാണ് പ്രധാന പോയിൻ്റ്. അതേസമയം ട്രസ്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ കുട്ടിക്ക് ഇതിൽ നിന്നും കരകയറണം. ആരോട് പറയാം? കുട്ടിയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരേണ്ടത് തൻ്റെ ഉസ്താദാണ്. തൻ്റെ ഉസ്താദിനോട് പറയാം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു ഹറാമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്കോ പറ്റി, ഒരു കുടുക്കപ്പെട്ടു, ഒരു അബദ്ധത്തിൽപ്പെട്ടു, ഡ്രഗ്സിൽപ്പെട്ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഷളത്തരങ്ങളിൽപ്പെട്ടു. എന്നാൽ ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടത് തൻ്റെ ഉസ്താദിനോട് പറയാം. ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് സിസ്റ്റം ട്രസ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഏതുപോലെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം